ബബ്ബായുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആളുകൾ തീരെ കുറവാണ്. ഫസ്റ്റ് ഷോ എല്ലാവരും പ്രത്യേകിച്ച് ലേഡീസ് കുറവാണ്. Our AI-powered movie junkie bot designed to assist you round the clock. Scan to chat with her on WhatsApp for hassle-free ticket and food booking, feedbacks and much more in any of the 7 languages of your choice. ഗവേഷണങ്ങൾ അനുസരിച്ച് പുകവലി ഉപേക്ഷിച്ച് 20 മിനിറ്റിന് ശേഷം നിങ്ങളുടെ രക്തസം വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് മൂവി ഡേ ആയിരുന്നു. നിങ്ങൾ കണ്ടതുപോലെ ബബ്ബ ആയിരുന്നു നമ്മൾ കാണാൻ പോയ സിനിമ. അപ്പം ഞാനും നമ്മുടെ ട്വിൻ വ്ളോഗേഴ്സ്, നമ്മുടെ ട്വിൻസ് സഞ്ജയ് സൂരജും കൂടെയാണ് കണ്ടത്. സിനിമ കണ്ടു. നല്ല മൂവിയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 3 മണിക്കൂറിനകത്ത് 2.5 hours എന്തോ ആയിരുന്നു. ടൈം നോക്കിയില്ല. മൂവി കണ്ടു. ധനഞ്ജയ് ശങ്കറിൻ്റെ ഡയറക്ഷനും റൈറ്ററും ഒക്കെ ധനഞ്ജയ് ശങ്കറാണ് മൂവിയുടെ. പിന്നെ നമ്മുടെ സ്റ്റാർ കാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. കുറേ പേരുണ്ട്. നിങ്ങൾ നമ്മുടെ ട്രെയിലറിൽ തന്നെ കണ്ടു കാണും. അതായത് ലാലേട്ടൻ, ദിലീപ്, മെയിനായിട്ട് പറയുന്നത് ലാലേട്ടൻ, ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സലീം കുമാർ, കുറേ പേരുണ്ട്. ഞാനിപ്പോൾ പറയാനാണെങ്കിൽ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പം സ്റ്റാർ കാസ്റ്റൊക്കെ അടിപൊളിയാണ്. നല്ല കാസ്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂവി ആസ് സച്ച് പറയുകയാണെങ്കിൽ ഒരു കോമഡി മൂവി, പിന്നെ ഒരു ഫാൻ ബേസ് മൂവി, അതായത് നമ്മുടെ ലാലേട്ടൻ്റെയും ദിലീപിൻ്റെയും ഫാൻസിന് വന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കൂടുതലും മൂവിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ ബേസിക്കലി ഗൈസ്. ഇറ്റ് വാസ് എൻ ഓക്കെ മൂവി. അതായത് കുറച്ച് എഴച്ചിലുണ്ട്, കുറച്ച് വലിച്ച് നീട്ടലുണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഭയങ്കര കിടിലൻ പടമൊന്നുമല്ല. പിന്നെ അറിയാമല്ലോ, ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ആ രീതിയിൽ പോയി കാണുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലാലേട്ടൻ ദിലീപ് മൂവി, നമ്മൾ ഈ ചൈന ടൗണും 2020 കണ്ടിട്ടില്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, ഫാർ ബെറ്റർ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കുക ഗൈസ്, കണ്ടു നോക്കിയിട്ട് പറയൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് വിസിറ്റ് ദ ട്വിൻസ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ട്വിൻസിൻ്റെ ചാനലാണ്. ആ ചാനലിനകത്ത് പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ റിവ്യൂ പറയുന്നുണ്ട്, ഡീറ്റെയിൽ റിവ്യൂ പറയുന്നുണ്ട്. സോ പ്ലീസ് വിസിറ്റ് ദ ട്വിൻസ് ചാനൽ. ദ ട്വിൻസ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിനകത്ത് നിങ്ങൾ ആ വീഡിയോ കാണാൻ പറ്റും, റിവ്യൂ വീഡിയോ. ഇപ്പോൾ റീസെൻ്റ് ഇന്നിട്ടതേ ഉള്ളൂ. ഗോ വാച്ച് ദ റിവ്യൂ ആൻഡ് ഗോ വാച്ച് ദ മൂവി. ഇറ്റ് ഈസ് എൻ ഓക്കെ മൂവി. സോ ഞാൻ ആ റിവ്യൂ തന്നെ പറയുന്ന പോലെ നിങ്ങൾ ഒരുപാട് അതിനെ ജഡ്ജ് ചെയ്യാൻ പോകില്ല. അതിനൊരു നിങ്ങൾ ലാലേട്ടൻ്റെയും ദിലീപിൻ്റെയൊക്കെ ഒരു ഫാനായിട്ട് പോയി കാണുക, പോയി കണ്ട് മൂവി എൻജോയ് ചെയ്യുക. മൂവി എൻജോയ് ആയിട്ട് നിങ്ങളും റിവ്യൂ ഇടുക, നിങ്ങൾ കമൻറ്റ്സ് ഇടുക, എന്താ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. ഓക്കെ ഗൈസ്, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്കിനി അടുത്ത ഒരു മൂവി റിവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്നത് വരെ ബൈ.